the ornamental material for finishing, that is paints and varnishes. In paints and varnishes, today we are going to discuss about paints. Today we are going to discuss about paints. എല്ലാരും പെയിന്റിനെ പറ്റി കേട്ടിട്ടില്ല. എല്ലാരും പെയിന്റ് വളരെ തിയറി പാർട്ടാണ്. ഇതിൽ ഈ മൊഡ്യൂളിലുള്ളത് പെയിന്റ്, വാർണിഷ്, പ്ലാസ്റ്റിക്സ്, റബ്ബർ, അലുമിനിയം, ഗ്ലാസ്, then some miscellaneous substances. വളരെ എളുപ്പം സ്കോർ ചെയ്യാൻ പറ്റുന്ന പോർഷനാണ്. ഒരുപാട് ബുദ്ധിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് മൊഡ്യൂളിലേക്ക് മാറ്റി വെച്ചത്. റൈറ്റ്. അപ്പോ 2.1.8 ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിസ്ക്രൈബ് ദ ക്യാരക്ടറിസ്റ്റിക് കോൺസ്റ്റിറ്റ്യൂവൻസ് ആൻഡ് ടൈപ്സ് ഓഫ് പെയിന്റ്സ്, എക്സ്പ്ലെയിൻ ദ കാറ്റഗറി ടൈപ്സ് ആൻഡ് റിക്വയർമെന്റ്സ് ഓഫ് വാർണിഷസ്, ലിസ്റ്റ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ഡിസ്റ്റംബർ. ഇത് പറ്റുമെങ്കിൽ ഇത് രണ്ട് ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം ഇന്നത്തെ ക്ലാസ്സിൽ. വാർണിഷസും ഡിസ്റ്റംബറും കൂടെ തീർക്കാൻ വേണ്ടി. ഇതെല്ലാം ഒരൊറ്റ കാറ്റഗറിയാണ്. നമ്മുടെ ബിൽഡിങ്ങിന്റെ ഫിനിഷിംഗ് വർക്കിൽ വരുന്ന സാധനങ്ങളാണ് പെയിന്റും വാർണിഷും ഡിസ്റ്റംബറും. ഓക്കെ. ഈ ഇടക്കിടക്ക് ജോയിൻ ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. അതാണ് ഈ പ്രശ്നം. ആള് ഇനി ഗൂഗിൾ കെ എന്ന് പറഞ്ഞ കൂട്ടി ഇപ്പൊ ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നു. 10 ഇപ്പൊ ക്ലാസിന്റെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്നത്. ഇടക്കിടക്ക് എനിക്ക് റിട്ടേൺ പോയിട്ട് വേണം ആക്സെപ്റ്റ് കൊടുക്കാൻ വേണ്ടി. അതേമാതിരി പെയിന്റ്സ്. എന്താണ് പെയിന്റ്സ് എന്ന് പറഞ്ഞാൽ, വാട്ട് ഈസ് പെയിന്റ്സ്? എ ലിക്വിഡ് സർഫസ് കോട്ടിംഗ് മെറ്റീരിയൽ. ഒരു ലിക്വിഡ് ആണ്, ഒരു സർഫസ് കോട്ടിംഗ് മെറ്റീരിയൽ ആണ്. സെക്കൻഡ് ലൈൻ, അപ്ലൈഡ് ഓൺ സർഫസസ് ഓഫ് ടിമ്പർ, മെറ്റൽസ്, പ്ലാസ്റ്റേർഡ് സർഫസസ്. ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നത് മെറ്റൽസ്, പ്ലാസ്റ്റേർഡ് സർഫസ്. ഡൗട്ട് ഉണ്ടാ മാത്രം ചോദിച്ചാൽ മതി. വളരെ സിമ്പിൾ ആണ്. പെയിന്റിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. Drying paint forms a thin film on painted surface. Painted surface ന് മേലെ ഡ്രൈ ചെയ്യും ഒരു തിൻ ഫിലിം, ഒരു തിൻ കോട്ടിംഗ് ഫോം ചെയ്യും. അതാണ് പെയിന്റ് എന്ന് പറയുന്നത്. നിങ്ങളുടെ സിലബസ് കണ്ടിട്ട് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പെയിന്റ്സ്. പെയിന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? The basic characteristics of paint includes it should form hard and durable surface. What is a durable surfaces? It should last for a long time, that is 15 years or 20 years. Durability. What is durability? ഈട് നിൽക്കണം, കൂടുതൽ സമയത്തേക്ക് ഈട് നിൽക്കണം. It should form hard and durable surfaces. Then it should give attractive appearance. It should give attractive appearance. വളരെ അട്രാക്റ്റീവ് ആയ അപ്പിയറൻസ് തരണം എന്നുള്ളതാണ്. The third one is cheap and readily available. വളരെ ചീപ്പ് ആയിരിക്കണം, readily available ആയിരിക്കണം. Then it should be easily applied to the surfaces. വളരെ എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റണം. Then should have a good spreading quality. Okay, evenly spread ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി, നല്ല ക്വാളിറ്റിയിലെ പെയിന്റ് ആയിരിക്കണം. Then spreading quality വളരെ, അതായത് നമ്മൾ പെയിന്റ് വെച്ചാൽ തന്നെ അത് എല്ലാ സ്ഥലത്തേക്കും ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റണം, മാക്സിമം ഏരിയയിലോട്ട്. ഒരു പെയിന്റിന്റെ കഴിവാണ്. Then provides smooth surfaces for easy cleaning. Smooth surface, എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരു സ്മൂത്ത് സർഫസ് ഫോം ചെയ്യണമെന്നില്ല. Should dry in reasonable time. പെട്ടെന്ന് ഉണങ്ങണം. പിന്നെ should not show hair cracks on drying. ഡ്രൈ ചെയ്യുമ്പോൾ ഹെയർ ക്രാക്സ്, നമ്മുടെ മുടിനെ പോലെ രീതിയിലുള്ള ക്രാക്സ് അതൊന്നും ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ഡ്രൈ ചെയ്യുമ്പോൾ യൂണിഫോം കളർ. Should be stable for a long period. കുറെ കാലത്തേക്ക് വളരെ സ്റ്റേബിൾ ആയിട്ട് അവിടെ നിലനിൽക്കണം. Should be affected by, should not be affected by, so not should not be affected by weathering agency, atmospheric agencies. അറ്റ്മോസ്ഫിയറിൽ പല മൂലകങ്ങളുണ്ട്. ആ മൂലകങ്ങളൊന്നും പെയിന്റിനെ എഫക്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. ഇതൊക്കെ ചോദിക്കാം എല്ലാവരും. മേ ബി ഒരു 6 points at least. If it asks for a 6 marks, definitely you should list out 6 points about the characteristics of paint. Is it clear? Okay. The ingredients of paint. What are the ingredients of paint? This is very, very, very important. The paint includes 5 ingredients. That is a base, a vehicle or a carrier, a dryer, a pigment, and a solvent. Paint 5 ingredients are base, vehicle, dryer, pigment, solvent. ഇങ്ങനെ 5 ingredients ചേർന്നാൽ പെയിന്റ് നമുക്ക് നിർമ്മിക്കാൻ വേണ്ടി പറ്റും. What's a base? എന്താണ് ബേസ് എന്ന് പറഞ്ഞു? Read the first line. Who is going to read the first line? Nelufar Sultana, you can read the first line. What is a base? The base. Hello. Yes. Yes. Read the first line.
Solid fine substances which form bulk of paint. Okay, good, good. Then that is it's a solid fine substance which forms bulk of paint. Paint main bulkness എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു please switch mute your mic. Please mute your mic. Solid fine substances. വളരെ fine solid ആയ substance ഒരു main percentage എന്ന് പറഞ്ഞ base ആണ്. Then principal constituent forming the body of the paint. ഓക്കെ, നമ്മുടെ ശരീരത്തിന്റെ മെയിൻ പാർട്സ് നമ്മുടെ ഫ്ലഷ് ആണ്. അതുപോലെ തന്നെയാണ് ബേസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ബൾക്കാണ്, അതിന്റെ ബോഡി എന്ന് പറഞ്ഞ മെയിൻ പാർട്ട് എന്ന ബേസ് ആണ്. ഡിറ്റർമൈൻ ദ ക്യാരക്ടർ ആൻഡ് ഡ്യൂറബിലിറ്റി ഓഫ് ദി പെയിന്റ്. ആ പെയിന്റിന്റെ സ്വഭാവം അല്ലെങ്കിൽ അതിന്റെ ഡ്യൂറബിലിറ്റി, ഹൗ ലോങ് ഇറ്റ് ലാസ്റ്റ്, ദ ലോങ്ങെവിറ്റി ഓഫ് ദ പെയിന്റ്, ദാറ്റ് ഡിറ്റർമൈൻസ് ബൈ ദ ബേസ്. In accordance with the base only, the durability and the character of the paint is determined. Then what are all the different types of bases? There are so many examples are given. They are chemicals. Bases are chemicals. That is white lead, red lead, zinc white, oxide of iron, titanium white, lithophone. ഇതൊക്കെ എന്താണെന്നുള്ളത് നിങ്ങൾ നോക്കുക. അതിന്റെ ചിത്രങ്ങളൊന്നും ഞാൻ ഉൾപ്പെടുത്തിയില്ല. At least study 4 or 5 bases. Okay. In PSC exams also, this question may be asked. Among the following, which one is a type of base? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നിരന്തരമായിട്ട് ഓവർസിയർ പരീക്ഷയ്ക്കൊക്കെ റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യങ്ങളാണ്. പെയിന്റ് എന്നൊരു ചോദ്യം നിർബന്ധമായിട്ടും PSC പരീക്ഷയ്ക്ക് ഉണ്ടാവും, ഷുവറായിട്ട്. നിങ്ങൾ ഏതായാലും ഫൈനൽ ഇയേഴ്സ് ആവാൻ വേണ്ടി പോവാണ്, ഇക്കൊല്ലം കഴിഞ്ഞാലാവും. അപ്പോ ഡെഫിനറ്റ്ലി നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ എഴുതുമ്പോൾ പെയിന്റ് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ദെൻ വാട്ട്സ് എ വെഹിക്കിൾ? വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ വാഹകരാണ്, കാരിയർ. ഓക്കെ, അപ്പൊ എന്താണ് ഒരു കാരിയർ എന്ന് പറഞ്ഞാൽ? അതൊരു ലിക്വിഡ് സബ്സ്റ്റൻസ് ആണ്. മറ്റേത് ഫൈൻ സോളിഡ് സബ്സ്റ്റൻസ് ആണെങ്കിൽ these are all the liquid substances holding the ingredients of paint. Defines the spreading power of paint. എന്താണ് ഇത്? കോയിൽസ് ആയിരിക്കും. നമ്മുടെ ഫൈൻ സോളിഡ് ആയ ബേസിനെ ഹോൾഡ് ചെയ്യുന്ന സാധനങ്ങളാണ്, ലിക്വിഡ് സബ്സ്റ്റൻസ് ആണ് വെഹിക്കിൾ എന്ന് പറയുന്നത്. വെഹിക്കിൾ, ഒരു വണ്ടി നമുക്ക് എന്തിനാണ്? വണ്ടി എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ഫോർ വാട്ട് പർപ്പസ്? വെഹിക്കിൾസ് ആർ യൂസ്ഡ് ഇൻ ഓർഡർ ടു ട്രാവൽ. ഓക്കെ, അതുപോലെ തന്നെ ട്രാവൽ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ എല്ലാ സംഭവങ്ങളെയും വഹിക്കാൻ വേണ്ടി, അതായത് മറ്റ് സംഭവങ്ങളൊക്കെ പിടിച്ചു നിർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണിത് വെഹിക്കിൾ എന്ന് പറയുന്നത്. മേ ബി ദാറ്റ് വിൽ ബി ഓയിൽസ്. അതുപോലെ സ്പ്രെഡിംഗ് പവർ. നമ്മുടെ പെയിന്റ് ഒരു സ്ഥലത്ത് അടിച്ചു, അപ്പൊ അത് പരന്നു പോകുന്നില്ല ഒരു സ്ഥലത്തേക്ക്, സ്പ്രെഡിംഗ് പവർ എന്ന് പറയും. ദാറ്റ് ഈസ് ദ സ്പ്രെഡിംഗ് പവർ. വിച്ച് കോൺസ്റ്റിറ്റ്യൂന്റ് ഡിറ്റർമൈൻസ് ദ സ്പ്രെഡിംഗ് പവർ ഓഫ് പെയിന്റ്? The vehicle, it determines the spreading power of paint. Vehicles, what are the other names of a vehicles? It may be carrier or binder. And vehicle, carrier, binder. Okay. What are all the different types of oils that can be used as a vehicle? Linseed oil, tongue oil, poppy oil, nut oil. These are all the different types of vehicles. Example for vehicle. Next comes the dryer. What is a dryer? What is a dryer? Paint solid form, fine solid form, then an oil form also comes. Then the third process is we have to dry. The process of the drying has to be accelerated. How the accelerating process can be done? By using dryers. There should be some dryers has to be added in the paint. What are all the dryers that are added in a paint? Litharge and red lead. Red lead and litharge, that are chemicals that can be added as that dryer. Okay, while manufacturing the paint by multinational companies like Nerolac or Asian Paints, they are following the same procedure. These are all, they are doing it by some machine mixing. ഒരു മെഷീൻ വെച്ചിട്ടാണ് ഏഷ്യൻ പെയിന്റ്സ് ആയാലും പിന്നെ നെർലാക്സ് ആയാലും എല്ലാവരും ചെയ്യുന്നത് സെയിം പ്രൊസീജിയർ തന്നെയാണ്. അവർക്കും വെഹിക്കിൾ ഉണ്ടാവും, അവർ വെഹിക്കിൾ ഉപയോഗിക്കുന്നത് നമ്മൾ കാണുന്നില്ല, ഇതൊക്കെ അവർ ചെയ്യുന്നു. While hardening dryers absorb oxygen from atmosphere and transferred into the inside soil. എന്താണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ? ഹാർഡനിങ് ചെയ്യുന്ന സമയത്ത് ഡ്രയറിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഓക്സിജൻ അബ്സോർബ് ചെയ്തിട്ട് ഓയിലിനെ സപ്ലൈ ചെയ്യാന്നുള്ളതാണ്. They are transfers that to the oils. They are transfers that to the oils. That is what the dryers are doing. That is what the dryers are doing. That is what the dryers are doing. Then the fourth constituent is pigments. Fourth constituent is pigments. What are pigments? Means what? Pigment. Pigment means color. Simply the ingredient which provide color to the paint. Paint nalla color undavu. Aa color kodukkunnathu edana? They are pigments. Is my voice is audible to all? Voice is audible to all? Please put some message in chat box.
Is my voice is audible to all? Yes, sir. Okay, okay. Then that is we are discussing about the constituents of pain. In that there are 5 constituents. In that the fourth constituent is pigments. They are giving colors to the paint. The pigments available in the form of fine powders. They are available in the form of fine powders. A different color, that is black. If you add graphite, you will be getting the black color. If you are adding some copper sulfate, you will be getting the green color. If you are adding the red light, you will be getting the red color. ഒരുപാട് കളേഴ്സ് ഫോം ചെയ്യുന്ന എന്താ പറയേണ്ടത് കോൺസ്റ്റൻസ് ഉണ്ട്. ഓക്കെ ഓക്കെ, ഇപ്പൊ ഡിഫറെന്റ് കോൺസ്റ്റൻസ് ആർ ദർ, ബട്ട് പ്രോബബ്ലി ദ മിക്സ് ഓഫ്, നമുക്കറിയാം റെഡും ഗ്രീനും മിക്സ് ചെയ്ത ഏത് കളറും, അതുപോലെ ബ്ലാക്കും ഗ്രീനും നമുക്ക് പ്രാഥമിക വർണ്ണങ്ങൾ അറിയാം. ആ പ്രാഥമിക വർണ്ണങ്ങളാണ് ഇവിടെ രൂപപ്പെട്ട് എഴുതിയിട്ടുള്ളത്. അത് തമ്മിൽ മിക്സ് ചെയ്താൽ തന്നെ നമുക്ക് പല കളേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. Right? Then solvent അല്ലെങ്കിൽ thinner, that is the fifth constants of a paint. What is a solvent or thinner? Makes the paint thin and helps for easy application. നമ്മളെ കോൺക്രീറ്റിൽ നമ്മൾ വർക്കബിലിറ്റി എന്നൊക്കെ പറയും, അതുപോലെ തന്നെ നമുക്ക് നല്ല എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റണം, ഈസി അപ്ലിക്കേഷൻ. അതിന് വേണ്ടി നമ്മൾ തിന്നർ ആഡ് ചെയ്യും പെയിന്റിൽ. ഓക്കെ, നോട്ട് യൂസ് ഇൻ ഫിനിഷിംഗ് കോട്ട്സ്, ഡാമേജ് ടു ഫർണിഷ്. ഫിനിഷിംഗ് കോട്ട് ഏറ്റവും ടോപ്പ് കോട്ട് സാധാരണ നമ്മൾ തിന്നർ ആഡ് ചെയ്യാറില്ല. പെയിന്റിൽ പെയിന്റ് അടിക്കുന്നതിന് നമ്മൾ തിന്നർ ടർപ്പന്റേന്റെ ഒരു കുപ്പി ഒഴിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചല്ല, ടർപ്പന്റേന്റെ ഒരു കുപ്പി നല്ല മണാണത്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നല്ല മണമായിരിക്കും. ഈ ടർപ്പന്റേന്റെ കുപ്പി എടുത്തിട്ട് അതിൽ നിന്ന് പെയിന്റ് പണിക്കാർ റേഷൻ ഡേസ് ഒഴിക്കുന്നുണ്ട്. അതിന് ഹൈ പെനിട്രേഷൻ പവർ ആണ്, വളരെ ഹൈ പെനിട്രേഷൻ പവർ ആണ്. എക്സാമ്പിൾസ് ഇൻക്ലൂഡ്സ് ദ ടർപ്പന്റൈൻ, നാഫ്ത, ബെൻസീൻ. ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ ടർപ്പന്റൈൻ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ടർപ്പന്റൈനൊക്കെ ഉപയോഗിക്കുന്നത് തിന്നറായിട്ട്. സോ ദിസ് ഈസ് ദ fifth constituent, that is thinner, that is solvent. Then in your syllabus it is mentioned that explain the different classifications of paint. Based on the binders, the paint can be categorized into 5 types. That is oil paints, paint based on non-oil resins, cellulose paints, water-based paints are there. Then miscellaneous paints are. Then based on the ultimate use, that is general purpose paints are there. That is primers and undercoat paint, finishing coat paints are included. Then acid and alkali resistant paint, fire resistant paints, that is based on ultimate use. If it is used for fungicidal purposes, fungicidal. Then miscellaneous purposes, miscellaneous paints such as fire paints. But I am going to discuss about a mixed classification. I am going to discuss about a mixed classification, that is almost 16 types of paints are there. Aluminum paint, anti-corrosive paint, asbestos paint, bituminous paint, cellulose paint, cement paints, colloidal paint, emulsion paint, enamel paint, graphite paint, anodous paint, luminous paint, oil paint, plastic paint, silicate paint, and synthetic rubber paint. First of all, we'll discuss about an aluminum paint. What is an aluminum paint? An aluminum paint, it contains finely ground aluminum in spirit or oil varnish. See, listen. What is an aluminum paint? It contains finely ground aluminum. Okay, how to ground aluminum? We will have some tube mills or some machines. Tube mills or machines in the we have to ground it. We have to grind it to a fine powder. Okay, then we have to dip into spirit or oil varnish so that we will get the aluminum. So oil bar spirit evaporates and thin layer forms on surfaces. Aluminum paint, another prime constituent is the aluminum. We are mixing it with the spirit or oil varnishes. Then what you are getting? What is the peculiarity of the spirit? The evaporating capacity of the spirit will be very high. The evaporating capacity of the spirit will be very high. So we are getting a coat of the aluminum. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? അലുമിനിയത്തിനെ സ്പിരിറ്റിൽ ലയിപ്പിച്ചിട്ട് ഒരു പെയിന്റ് ഉണ്ടാക്കിയാൽ നമുക്ക് അലുമിനിയം കോട്ടിങ് കിട്ടും. റൈറ്റ്? ഇറ്റ് ഈസ് വിസിബിൾ ഇൻ ഡാർക്ക്നെസ്, നല്ല തിളങ്ങി നിൽക്കും. ഹൈ കൊറോഷൻ റെസിസ്റ്റൻസ്, നമുക്കറിയാം ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് അലുമിനിയം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അപ്പോ അതിന്റെ വളരെ കൂടുതലായിരിക്കും ഇത്. അതിന്റെ കൊറോഷൻ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലാണ്. അലുമിനിയം കോട്ടിങ്, സിങ്ക് കോട്ടിങ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്. കത്തോഡിക് പ്രൊട്ടക്ഷൻ മെത്തേഡ്സ് ഇതൊക്കെ നമ്മൾ പണ്ട് +2 പഠിച്ചതാണ്. ഓക്കെ, ഹൈ സ്പ്രെഡിങ് പവർ. അപ്പോ 1 ലിറ്റർ എടുത്താൽ 200 മീറ്റർ സ്ക്വയർ ഒക്കെ സ്പ്രെഡ് ചെയ്യാനുള്ള പവർ, അത്രയും 1 ലിറ്റർ എടുത്താൽ നമുക്ക് 200 മീറ്റർ സ്ക്വയർ ഒക്കെ പെയിന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. Then for what purposes it is used? The aluminum paints for painting gas tanks, radiators, oil storage tanks. അങ്ങനെയുള്ള സംഭവങ്ങളിലാണ് അലുമിനിയം പെയിന്റ്സ്. This is a dual extruded aluminum paints that is available in the market. Just search in
Then comes anti-corrosive paint. Then comes anti-corrosive paint. What is an anti-corrosive paint? It consists of whether my voice is audible to all. I record and continue. And the voice will come. Somebody message, please message in WhatsApp, in chat box. Is my voice audible to all? Not audible. Is my voice audible to all? എല്ലാവരും കേൾക്കുന്നതേ പറഞ്ഞത്? Okay, okay, okay. അപ്പോൾ അലുമിനിയം പെയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. Now we are going to discuss about the anti-corrosive paint. അതിന്റെ പേരിലെ തന്നെ അറിയാം, കൊറോഷനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പെയിന്റ് ആണ് ആന്റി-കൊറോസിവ് പെയിന്റ് എന്നാൽ. അതിലൊരു സ്ട്രോങ് ഓയിലും ഒരു സ്ട്രോങ് ഡ്രയറും ഉണ്ടായിരിക്കും. റെസിസ്റ്റ് കൊറോഷൻ ഉണ്ട്. ചീപ്പ് ആൻഡ് ബ്ലാക്ക് ഇൻ കളർ, ബ്ലാക്ക് കളറിലാണ് ഉണ്ടാവുക. ഡ്യൂറബിൾ, ലാസ്റ്റ് ഫോർ ലോങ് ഡ്യൂറേഷൻ. മാർക്കറ്റിൽ കിട്ടാൻ പെയിന്റ്സിന് ആന്റി-കൊറോസിവ് പെയിന്റ് ഒക്കെ കിട്ടാനുണ്ട്. കൊറോഷൻ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പെയിന്റ് ആണ്. ദെൻ ആസ്ബസ്റ്റോസ് പെയിന്റ്. എന്താ ആസ്ബസ്റ്റോസ് പെയിന്റ് എന്ന് പറഞ്ഞാൽ അസിഡിക് ഗ്യാസ്, സ്റ്റീംസ്, ഇങ്ങനെയുള്ള സ്റ്റീം ബോയിലേഴ്സ്, ഇങ്ങനെയുള്ള സംഭവങ്ങളിലെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന പെയിന്റ് ആസ്ബസ്റ്റോസ് പെയിന്റ് എന്ന് പറയുന്നത്. റൈറ്റ്. ദെൻ ബിറ്റുമിനസ് പെയിന്റ്. എന്താണ് ബിറ്റുമിനസ് പെയിന്റ് എന്ന് പറഞ്ഞാൽ? മാനുഫാക്ചർഡ് ബൈ ഡിസോൾവിംഗ് അസ്ഫാൾട്ട് ഓർ വെജിറ്റബിൾ ബിറ്റുമിൻ ഇൻ ഓയിൽ ഓർ പെട്രോളിയം. പെട്രോളിയത്തിൽ അല്ലെങ്കിൽ ഓയിലിൽ അസ്ഫാൾട്ട് ഓർ വെജിറ്റബിൾ ബിറ്റുമിൻ നമ്മൾ ഡിസോൾവ് ചെയ്യും. These are all chemicals. Okay, we are getting a black color. Then it is used for painting underwater ironworks. If it is an underwater ironworks, we are using the bituminous paints. Next, we are going to discuss about the cellulose paints. What is cellulose paints? Actually, it is prepared from nitro cotton. What is a nitro cotton? It's a chemical that is it is prepared from the nitro cotton. Then celluloid sheet and photographic film. നൈട്രോയിഡ് കോട്ടൺ, സെല്ലുലോയിഡ് ഷീറ്റ്, അതുപോലെ ഫോട്ടോഗ്രാഫിക് ഫിലിം ഇവയൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്, ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിന്റെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കുക. ഞാൻ ജസ്റ്റ് സർഫസിൽ പോയിന്റ്സ് മാത്രമേ ടച്ച് ചെയ്യൂ. ഇൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കുക ഇതെങ്ങനെയാണ്. അപ്പൊ നിങ്ങളുടെ വർക്ക് അതൊക്കെ നിങ്ങൾക്കൊരു ഹോംവർക്കാണ്. Then it hardens by evaporation, not by oxidation of thinner. ഇത് ഇവാപറേഷൻ വെച്ചിട്ടാണ് ഇത്. There is not so much chemical reactions are involved. Then hardens quickly. It can withstand extreme cold, climatically. It can clean quickly. വളരെ എളുപ്പത്തിൽ വാഷ് ക്ലീൻ ചെയ്യാനൊക്കെ പറ്റും. Why do you use it to paint? Not paint, it is paint. Paint motor vehicles. In order to paint motor vehicles, we are using the cellulose paints, right? Next, we are going to discuss about the cement paint. Okay, what is cement paint? All of you must have heard about the white cement. Okay, then in white cement, if you are adding cement and additive, a cement paint. How it is we can get a cement paint? In white cement, you have to add some pigment, then some is a chemical, then some additives also we have to add. Then we are getting the cement paint. Then it is available in the market in dry powder form actually. Then mixed with the water immediately before its application. Before applying to the plastered surfaces, we have to mix it with water. വെള്ളത്തിൽ ആഡ് ചെയ്തതിനു ശേഷം മാത്രമേ സിമെന്റ് പെയിന്റ് ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ. എന്താ പറയുന്നത്, വൈറ്റ് സിമെന്റ് കിട്ടാനുണ്ട്. വൈറ്റ് സിമെന്റ് തന്നെയാണ് നമ്മളെ കൊടുക്കും. It is water durable. Applied in 2 coats. Then next we are going to discuss about the colloidal paints. Wait, a second wait here. Prisana, ni class unda. One registration Now is it audible? Now is it audible? ഇപ്പൊ കേൾക്കുന്നുണ്ടോ?
ഇപ്പൊ കേൾക്കുന്നുണ്ടോ? അത് ഇടക്കിടക്ക് കോള് വരുന്നുണ്ടോ? അഡ്മിഷൻ നടക്കുന്നില്ലേ? ഇവിടെ അഡ്മിഷൻ നടക്കുന്നുണ്ട്, അതാണ്. അപ്പൊ ശരത് സാറിന്റെ ഡ്യൂട്ടി ഉണ്ട്, ശരത് സാറിന് ലീവാണ്. അപ്പൊ ശരത് സാറിന്റെ ഡ്യൂട്ടി അവിടെ കിടക്കുകയാണ്. അപ്പൊ അവിടെ ആളില്ല, ഇത് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഞാൻ ഒന്ന് ഫാസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, വെയിറ്റ്. ഇപ്പൊ ഓക്കെ അല്ലേ ആകാശ്? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ നൗ വി ആർ ഡിസ്കസിങ് അബൌട്ട് ദ കൊളോയിഡൽ പെയിൻസ്. നമ്മൾ കൊളോയിഡൽ പെയിൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാം, എന്നാൽ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാം. ഒരുപാട് ടൈം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊളോയിഡൽ പെയിൻസിന് ആവശ്യമാണ്. ഹൈ പെനിട്രേഷൻ പവർ, അതൊക്കെ നിങ്ങൾ നോക്കുക. നോ ഇനേർട്ട് മെറ്റീരിയൽസ് മാനുഫാക്ചർ ഒക്കെ നോക്കുക കേട്ടോ, എങ്ങനെയാണെന്ന് ഒന്നും ഇതിൽ കാണുന്നില്ല. അതൊക്കെ നിങ്ങൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ അടിച്ച് നോക്കുക. നോ ഇനേർട്ട് മെറ്റീരിയൽ ഈസ് മിക്സഡ് ഇൻ ദിസ് പെയിന്റ്. ഇനേർട്ട് മെറ്റീരിയൽ തന്നെ ഒന്നും തന്നെ മിക്സ് ചെയ്യുന്നില്ല. ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ വാൾ പർപ്പസിന് വേണ്ടിയിട്ടാണ് കൊളോയിഡൽ പെയിന്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നത്. ദെൻ ആപെക്സ് അൾട്ടിമ എമൽഷൻ പെയിന്റ് എങ്ങനെയാണ് ചെയ്യുന്നത്? പോളിവിനൈൽ അസറ്റേറ്റ്, സിന്തറ്റിക് റെസിൻസ് ഒക്കെ ഇതിലുണ്ട് ബൈൻഡിങ് മെറ്റീരിയൽ ആയിട്ട്. വളരെ എളുപ്പത്തിൽ അപ്ലൈ ചെയ്യും. അതിന്റെ മാനുഫാക്ചർ ഒക്കെ അതിന്റെ ഡീറ്റെയിൽ മാനുഫാക്ചർ നിങ്ങൾക്ക് ആവശ്യമില്ല, അതാണ് അധികം ടച്ച് ചെയ്യാത്തത്. വളരെ ഫാസ്റ്റ് ഡ്രൈ ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതുപോലെ നല്ല ഹൈ ആൽക്കലി റെസിസ്റ്റൻസിലെ പെയിന്റ്സ് ആണ് എമൽഷൻ പെയിന്റ് എന്ന് പറയുന്നത്. ദെൻ കംസ് എനാമൽ പെയിന്റ്. എനാമൽ പെയിന്റ് എങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്? വൈറ്റ് ലെഡ്, ഓയിൽ, പെട്രോളിയം സ്പിരിറ്റ്, റെസിൻസ് ഒക്കെ ആഡ് ചെയ്തതിനു ശേഷം അവയൊക്കെ മിക്സ് ചെയ്തിട്ടാണ് എനാമൽ പെയിന്റ് ഉണ്ടാക്കുന്നത്. ഡിഫറെന്റ് കളറിലെ എനാമൽ പെയിന്റ്, എപ്പോക്സി എനാമൽ പെയിന്റ് ഒക്കെ അവൈലബിൾ ആണ് മാർക്കറ്റിൽ. വളരെ സ്ലോ ആയിട്ട് ഡ്രൈ ചെയ്യുന്നു, ഹാർഡ് ആൻഡ് ഡ്യൂറബിൾ സർഫസ് ഫോം ചെയ്യുന്നു. ആസിഡ്, ആൽക്കലി, ഗ്യാസസ്, ഹോട്ട് ആൻഡ് കോൾഡ് വാട്ടർ, സ്റ്റീം, ഇതൊന്നും തന്നെ അവ എഫക്ട് ചെയ്യുന്നില്ല. നല്ല അപ്പിയറൻസിന് വേണ്ടിയിട്ട് നമുക്ക് ടൈറ്റാനിയം, വൈറ്റ് ലെറ്റിന് പകരം ടൈറ്റാനിയം വൈറ്റ് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. സോറി, വൈറ്റ് ലെറ്റിന് കൂടാതെ തന്നെ നമുക്ക് ടൈറ്റാനിയം വൈറ്റ് ഈസ് ഓൾസോ ആഡ്. അതാണ് എനാമൽ പെയിന്റ്. ഇതൊക്കെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പെയിന്റ് ആണ്. ഇൻഡസ്ട്രിയൽ കോട്ടിംഗ്സിൽ ഇടുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പെയിന്റ്സുകളാണ്. ഗ്രാഫൈറ്റ് പെയിന്റ്, നമുക്കറിയാം പേര്, ഗ്രാഫൈറ്റ് കളർ ബ്ലാക്ക് ആണ്. അയൺ സർഫസിന് അപ്ലൈ ചെയ്യുന്ന സാധനമാണ്. അണ്ടർഗ്രൗണ്ട് റെയിൽവേസ്, മൈൻസിലൊക്കെ ഉപയോഗിക്കുന്ന ഗ്രാഫൈറ്റ് പെയിന്റ് എന്ന് പറയുന്നത്. ദെൻ ഇനോഡറസ് പെയിന്റ് എന്ന് പറഞ്ഞാൽ ടെർപനോ ടർപ്പന്റൈൻ ഈസ് യൂസ്ഡ് ഇൻ ദിസ് പെയിന്റ്. ദെൻ വൈറ്റ് ലെറ്റ്, വെയിറ്റ്, ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചെറിയ അഡീഷണൽ പ്രശ്നം കൊണ്ടാണ്. സോ യെസ്, നൗ ഇറ്റ് ഈസ് ഇനോഡറസ് പെയിന്റ്. നോ ടർപ്പന്റൈൻ ഈസ് യൂസ്ഡ് ഇൻ ദിസ് പെയിന്റ്. വൈറ്റ് ലെഡ്, സ്പിരിറ്റ്, ഇതൊക്കെ വെച്ചിട്ട് ടർപ്പന്റൈൻ ഉപയോഗിക്കാത്ത പെയിന്റ് ആണ്. നമുക്കറിയാം കോൺസ്റ്റൻസിന്റെ എണ്ണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിൽ ടർപ്പന്റൈൻ ഇല്ല. നോട്ട് ഡ്യൂറബിൾ ബട്ട് ഡ്രൈസ് ക്വിക്ക്ലി. വളരെ ഡ്യൂറബിൾ അല്ല, പക്ഷെ പെട്ടെന്ന് ഡ്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ആണ്. സ്പിരിറ്റ് ഇല്ലോണ്ട് തന്നെ ഡ്രൈ ഫാസ്റ്റ് ആയിരിക്കും. ദെൻ ലൂമിനസ് പെയിന്റ്, കാൽഷ്യം സൾഫൈഡ്, വാർണിഷ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്താണ് ലൂമിനസ് പെയിന്റ്. നല്ല ഷൈനിങ് കിട്ടും ലൈറ്റ് ഓഫ് ചെയ്താൽ. ദെൻ ഓയിൽ പെയിന്റ്, ഓർഡിനറി പെയിന്റ് ഓയിൽ പെയിന്റ് എന്ന് പറയുന്നത് 3 കോട്ടായിട്ട് അപ്ലൈ ചെയ്യും. ചീപ്പ് ആൻഡ് ഈസി ടു അപ്ലൈ. അത് 3 കോട്ട് പറഞ്ഞാൽ ഫസ്റ്റ് പ്രൈം കോട്ട് അടിക്കും, ദെൻ അണ്ടർ കോട്ട്, ദെൻ ഫിനിഷിംഗ് കോട്ട്. ഇങ്ങനെ 3 കോട്ടിലാണ് ഓയിൽ പെയിന്റ് ഫിനിഷ് ചെയ്യുക. ഓയിൽ പെയിന്റ് പ്രൈമർ എന്ന് പറഞ്ഞു. ദെൻ പ്ലാസ്റ്റിക് പെയിന്റ്, then contains necessary varieties of plastics, good appear in showrooms, auditoriums. Plastic paint and paint market available ആണ്. നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കുക. ഇറ്റ് കണ്ടെയ്ൻസ് നെസസറി വെറൈറ്റി ഓഫ് പ്ലാസ്റ്റിക്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ്. പല വെറൈറ്റീസ് ഓഫ് പ്ലാസ്റ്റിക്സിന്റെ ഇൻഗ്രീഡിയൻസ് ഉള്ള ഒരു പെയിന്റ് ആണ് പ്ലാസ്റ്റിക് പെയിന്റ് എന്ന് പറയുന്നത്. ദെൻ സിലിക്കേറ്റ് പെയിന്റ് എന്ന് പറഞ്ഞൊരു സർഫസ് ഉണ്ട്. സിലിക്ക പ്ലസ് റെസിൻ, റെസിനസ് മെറ്റീരിയൽസ് ഒക്കെ ഉണ്ടാവും. Then high temperature resistance, not affected by alkalis. ഇതൊക്കെ അതിൽ വരുന്ന കെമിക്കൽസ് ആണ്. സിലിക്ക റെസിനസ് മെറ്റീരിയൽസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. ദെൻ സിന്തറ്റിക് റബ്ബർ പെയിന്റ്. ഇതാണ് സിന്തറ്റിക് റബ്ബർ പെയിന്റ് എന്ന് പറഞ്ഞാൽ റെസിൻസ്, ഇതേപോലെ സിന്തറ്റിക് റെസിൻ പ്രിപ്പയർ ചെയ്യുന്ന സാധനമാണ്. വാട്ടർ റെസിസ്റ്റൻസ് ഹൈ ആണ്, അപ്ലൈ ചെയ്യാൻ എളുപ്പമാണ്, നല്ല കെമിക്കൽ റെസിസ്റ്റൻസ് ഉണ്ട്. ഇത്രയാണ് നോർമലി വരുന്നത് പെയിന്റിന്. ദെൻ പ്രിപ്പറേഷൻ ഓഫ് പെയിന്റിനെ പ്രോസസ് ചെയ്യാൻ പറഞ്ഞു. പ്രിപ്പറേഷൻ ഓഫ് പെയിന്റ് എങ്ങനെ ഉണ്ടാക്കുന്ന വെച്ചാൽ ഫസ്റ്റ് പേസ്റ്റ് 1 എന്ന് പറഞ്ഞിട്ട് ആദ്യം ഒന്നും ഉണ്ടാക്കും. ആദ്യം ബേസും വെഹിക്കിളും കൂടെ മിക്സ് ചെയ്യും. ഇതിനെ മുള്ളർ എന്നാണ് പറയുന്നത്. മുള്ളർ ഈസ് പ്രിപ്പയർഡ് ബൈ ഗ്രൈൻഡിങ് ബേസ് ആൻഡ് വെഹിക്കിൾ ടു ദ കൺസിസ്റ്റൻസി ഓഫ് എ പേസ്റ്റ് ഇൻ എ സ്റ്റോൺ പെസിൽ. ഒരു സ്റ്റോൺ പെസിൽ
കൂടുതൽ നിങ്ങൾ സെർച്ച് ചെയ്യുക, അതൊരു ഡിവൈസ് ആണ്. അപ്പൊ ആ ഒരു സ്റ്റോൺ പേസിൽ നമ്മൾ എന്താണെന്ന് വെച്ചാല് ബേസും വെഹിക്കിൾസും കൂടെ നമ്മൾ മിക്സ് ചെയ്യും. ഇത് മുള്ളർ എന്ന് പറഞ്ഞ സാധനം ഫോം ചെയ്യും. അങ്ങനെ അത് ഒരു സെപ്പറേറ്റ് ആക്കി. നെക്സ്റ്റ് പേസ്റ്റ് 2, അത് പിഗ്മെന്റും ലിൻസീഡ് ഓയിലും തമ്മിൽ മിക്സ് ചെയ്യും. പിഗ്മെന്റും ലിൻസീഡ് ഓയിലും തമ്മിൽ മിക്സ് ചെയ്യും. ദെൻ ലിൻസീഡ് ഓയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം? വിച്ച് ഈസ് ലിൻസീഡ് ഓയിൽ എന്തായിരുന്നു? വാട്ട് ഈസ് എ ലിൻസീഡ് ഓയിൽ? ലിൻസീഡ് ഓയിൽ ഈസ് എ വെഹിക്കിൾ. ലിൻസീഡ് ഓയിൽ എന്താണ്? അതൊരു വെഹിക്കിൾ ആണ് ലിൻസീഡ് ഓയിൽ എന്ന് പറയുന്നത്. അപ്പോ പിഗ്മെന്റും വെഹിക്കിളും തമ്മിൽ മിക്സ് ചെയ്യും. ദെൻ ഡ്രയറും വെഹിക്കിളും തമ്മിൽ മിക്സ് ചെയ്യും. ഇതെല്ലാം വേറെ വേറെ പാത്രത്തിലാക്കി വെക്കുന്നതാണ്. ഇതൊരു പാത്രത്തിൽ, ഇതൊരു പാത്രത്തിൽ, ഇതൊരു പാത്രത്തിൽ. ഇതെല്ലാം ഓരോരോ തേർഡ് പേസ്റ്റ്, ഫസ്റ്റ് പേസ്റ്റ്, സെക്കൻഡ് പേസ്റ്റ്, തേർഡ് പേസ്റ്റ്, ഇങ്ങനെ 3 പേസ്റ്റ് ആക്കിയിട്ട് പിന്നെ മിക്സ് 3 പേസ്റ്റേഴ്സ്, ഈ 3 കൂടെ ഒരുമിച്ചാണ് മിക്സ്. അതിനുശേഷം ഇതായിരിക്കും സീവ് ദ മിക്സർ. ഈ മിക്സർ ആയിരിക്കും. ഇനി എന്തെങ്കിലും ചെറിയ ഉണ്ട പോലത്തെ സാധനം ഉണ്ട് വെച്ചാൽ ഈ ക്രീം നമ്മൾ എന്ത് ചെയ്യും? ഫൈൻ സീവ് അരിപ്പയിലേക്കൂടെ പാസ് ചെയ്ത് നമ്മൾ 3 പേസ്റ്റേഴ്സ് ഉണ്ടാക്കി 3 പേസ്റ്റ് മിക്സ് ചെയ്ത് സീവ് ചെയ്ത് നൗ ഇറ്റ് ഈസ് റെഡി ടു യൂസ്. ഇനി നമുക്കിത് ഉപയോഗിക്കാം. ഇനി വർക്കബിലിറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട്, സിമെന്റിന്റെ വർക്കബിലിറ്റി കൂട്ടാൻ നമ്മൾ കോൺക്രീറ്റിൽ എന്താ ചെയ്യുക? വെള്ളം ആഡ് ചെയ്യുക. വെള്ളം, സിമെന്റ് പേസ്റ്റ്, ഇതൊക്കെ ആണെങ്കിൽ വർക്കബിലിറ്റി കൂടും. അല്ലെങ്കിൽ എയർ വോയിഡ്സ് ഉണ്ടാക്കും. ഇതാകുമ്പോൾ വർക്കബിലിറ്റി കൂടും. ഈ വർക്കബിലിറ്റി കൂട്ടാൻ നമ്മുടെ പെയിന്റ് ചെയ്യുന്നത് കാരണം തിന്നർ ആഡ് ചെയ്യാനില്ല. തിന്നർ ആഡ് ചെയ്യുമ്പോൾ നല്ല വർക്കബിലിറ്റി കിട്ടും. ഓക്കെ, ഇപ്പൊ ടർപ്പന്റൈൻ ആഡ് ചെയ്തു, നല്ല പെയിന്റ് നല്ല വർക്കബിൾ ആയിരിക്കും, എളുപ്പമായിരിക്കും അപ്ലൈ ചെയ്യാൻ. അതിന് വേണ്ടിയിട്ടാണ് പെയിന്റ് വേണ്ടി എടുക്കുന്ന ഒരു തിന്നർ ആഡ് ചെയ്യുന്നത്. Then application of paint. What are the factors affecting the application of the paint? എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഒരു പെയിന്റ് അപ്ലൈ ചെയ്യുന്ന ഫാക്ടേഴ്സ്? സർഫസ്, മേക്ക് ദ സർഫസ് റെഡി ഫോർ അപ്ലിക്കേഷൻ. സർഫസ് റെഡി ആയിരിക്കണം. സർഫസ് ഒരിക്കലും ഓയിലി ആവാൻ വേണ്ടി പാടില്ല. അപ്പൊ പെയിന്റ് അവിടെ നിൽക്കില്ല. ക്രാക്സ് ഉണ്ടെങ്കിൽ കുത്തി വെച്ചിട്ട് ഫില്ല് ചെയ്യണം. സാൻഡ് പേപ്പർ ഇട്ടിട്ട് വളരെ വൃത്തിയായിട്ട് വരക്കണം. ദെൻ ഒരു 1 കോട്ട് പ്രൈം കോട്ട് ആദ്യം അടിക്കണം. ഓക്കെ, പ്രൈമർ അപ്ലൈ ചെയ്യണം ആദ്യം. Painting work should be carried out in dry weather. Dry weather lo വേണം പെയിന്റ് വർക്ക് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. The undercoats and first coat must be allowed to dry before final coat is applied. Normally 3 coatൽ the undercoat and the final coat. ആദ്യത്തെ കോട്ട് പ്രൈമർ ആണ്, പിന്നെ അണ്ടർ കോട്ട്, പിന്നെ ഫൈനൽ കോട്ട്. ഇങ്ങനെ 3ാമത്തെ കോട്ട്. അങ്ങനെ നമ്മൾ കോട്ട് വെച്ചു. ഓയിൽ പെയിന്റ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രൈമർ, ദെൻ അണ്ടർ കോട്ട്, ദെൻ ഫിനിഷിംഗ് കോട്ട്. ഇങ്ങനെ 3 കോട്ടാണ്, റൈറ്റ്? ആ 3 കോട്ടിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ the undercoats and first coat must be allowed to dry before 2 കോട്ട് ഡ്രൈ ചെയ്തതിന് ശേഷം മാത്രമേ ഫൈനൽ കോട്ട് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ പെയിന്റ് പണിക്ക് പോയ ആൾക്കാരുടെ കയ്യിൽ ഉണ്ടാവും. അതുകൊണ്ട് അവർക്ക് അതിൽ വ്യക്തമായിട്ട് കുറച്ചും കൂടെ പറയാൻ വേണ്ടി പറ്റും. ഇനി സിലബസിലെ ഒരു സാധനമാണ് വാർണിഷിംഗ് എന്ന്. എന്താണ് വാർണിഷ് എന്ന് പറഞ്ഞാൽ? വാർണിഷ് ഈസ് എ സൊല്യൂഷൻ ഓഫ് റെസിൻസ് ഓർ റെസിനസ് സബ്സ്റ്റൻസസ്. ഇതെല്ലാം കെമിക്കൽസ് ആണ്. സച്ച് ആസ് എ കോമൺ റെസിൻ, ആംബർ, കോപ്പാൽ, ഷെല്ലാക്, ഇതൊക്കെ കെമിക്കൽസ് ആണ്. ഇവ അതായത് കോമൺ റെസീനായ ആംബർ, കോപ്പർ, ഷെലാക്ക് എന്നിവ ആൽക്കഹോൾ അല്ലെങ്കിൽ ടർപ്പന്റൈൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഓയിലിൽ മിക്സ് ചെയ്തിട്ട് എടുക്കുന്ന സാധനം വാർണിഷ് എന്നുള്ള സാധനം. സാധാരണ വുഡൻ സർഫസിലാണ് അപ്ലൈ ചെയ്യൽ. ഒരു ഐഡിയൽ വാർണിഷിന്റെ ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞത് ഇറ്റ് ബ്രൈറ്റൻസ് ദ അപ്പിയറൻസ് ഓഫ് പെയിൻ ഇൻ വുഡ്, നോട്ട് ഫുഡ്, ഇറ്റ് ഇസ് വുഡ്. ഓക്കെ, വുഡ് ബ്രൈറ്റൻ ചെയ്യാൻ സഹായിക്കും. ഇറ്റ് റെൻഡേഴ്സ് ബ്രില്യൻസി ടു ദ പെയിന്റ്. നല്ലൊരു തിളക്കം ഉണ്ടായിരിക്കും. ദെൻ ചിലപ്പോൾ കല്ലിന്റെ മേലെ, നമ്മളെ ചില വീട്ടിൽ പെയിന്റ് അടിക്കാതെ തന്നെ കല്ലിന്റെ മേലെ വാർണിഷ് ഒക്കെ അടിക്കുകയാണ്. ഇറ്റ് പ്രൊട്ടക്ട് ദ പെയിന്റഡ് സർഫസ് ഫ്രം അറ്റ്മോസ്ഫറിക് ആക്ഷൻസ്. അറ്റ്മോസ്ഫറിക് ആക്ഷൻ എന്ന് പ്രിവെന്റ് ചെയ്യും. ഇത് പ്രൊട്ടക്ട്സ് ദ അൺപെയിന്റഡ് വുഡൻ സർഫസ് ഡോർ ഫ്രം ദ ആക്ഷൻ ഓഫ് അറ്റ്മോസ്ഫറിക്. ഒരു പ്രൊട്ടക്ഷൻ, അറ്റ്മോസ്ഫറിക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ നോർമലി വാർണിഷ് ഉപയോഗിക്കുന്നത്. ദെൻ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഐഡിയൽ വാർണിഷ്? ഇറ്റ് ഷുഡ് റെൻഡർ ദ സർഫസ് ഗ്ലോസി. നല്ല ഗ്ലോസി സർഫസ് ആയിരിക്കണം. It should dry rapidly and present in a finished surface which is uniform in a pleasing appearance ഉണ്ടായിരിക്കണം. Color of varnish should not fade away. കളർ ഒന്നും ഫെയ്ഡ് ചെയ്യാൻ വേണ്ടി പാടില്ല അറ്റ്മോസ്ഫറിക് ആക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ. The protective film developed by varnish should be tough, hard and durable. വളരെ ടഫ് ആയിരിക്കണം, ഹാർഡ് ആയിരിക്കണം, ഡ്യൂറബിൾ ആയിരിക്കണം. It should not shrink or show cracks after drying. അതായത് ഉണങ്ങിയതിന് ശേഷം ക്രാക്കുകൾ ഒന്നും തന്നെ കാണാൻ വേണ്ടി പാടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നോർമലി ഉള്ളത്. റെസിൻസ് ഉണ്ട്, ഡ്രയേഴ്സ് ഉണ്ട്, സോൾവെന്റ്സ്. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻസ് ഒന്നും കൂടെ നമ്മൾ വ്യക്തമായിട്ട് ഡിസ്കസ് ചെയ്യാം. റെസിൻ എന്ന് പറഞ്ഞാൽ റെസിനസ് സബ്സ്റ്റൻസ് ആണ്. എക്സാമ്പിൾ കോപ്പാൽ, ലാക്, ഷെല്ലാക്, റെസിൻ. ഓക്കെ, റെസിൻ ഇങ്ങനെയുള്ള കെമിക്കൽസ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ദെൻ നോർമലി നോട്ട് റെസിൻ, ഇറ്റ് ഇസ് റോസിൻ ഓൺലി. ഓക്കെ, ദെൻ കോപ്പാൽ എന്ന് പറഞ്ഞാൽ ഹാർഡ് സബ്സ്റ്റൻസ് അവൈലബിൾ ഫ്രം ദ എർത്ത് അറ്റ് പ്ലേസസ് വെർ പൈൻ ട്രീസ് എക്സിസ്റ്റഡ് ഇൻ ദ പാസ്റ്റ്. പൈൻ ട്രീസ് എവിടെയാണോ ഉള്ളത്, ഇതൊക്കെ ഓരോ നമ്മുടെ ഭൂമിയിലുള്ള സാധനങ്ങളാണ് കേട്ടോ. പേര് കേട്ടാ ഗോപാൽ ഗോപാൽ എന്ന് തോന്നും. അപ്പോ പൈൻ ട്രീസ് എവിടെയാണോ ഉണ്ടായത് ആ സ്ഥലത്ത് ഉള്ള മണ്ണിന്റെ അടിഭാഗത്തുള്ള ഹാർഡ് സബ്സ്റ്റൻസ് ആണ് കോപ്പാൽ എന്ന്. ഇതൊക്കെ കുഴിച്ചെടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇനി ലാക്ക് ഓർ ഷെല്ലാക്ക് എന്ന് പറഞ്ഞാൽ എക്സുഡേഷൻ ഓഫ് സം ടൈപ്സ് ഓഫ് ഇൻസെക്ട്സ് ഇൻ ഇന്ത്യ. ചില സ്വേദനം എന്നൊക്കെ ആ എക്സുഡേഷൻ കാരണം ചില ഇൻസെക്ട്സ് പുറത്തുപിടിക്കുന്ന സാധനമാണ് ലാക്ക് ഓർ ഷെല്ലാക്ക്.
ഓക്കെ, അവരെ ചില ഇൻസെക്ട് നിന്ന് കിട്ടുന്ന സാധനമാണ്. അത് എങ്ങനെയാ കിട്ടുന്നത് എന്നൊക്കെ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ കണ്ടു. ഓക്കെ, ദെൻ റോസിൻ എന്ന് പറഞ്ഞൊരു കെമിക്കൽ ഉണ്ട്, അതും ഒബ്റ്റൈൻ ഫ്രം പൈൻ ട്രീസ്. പൈൻ ട്രീസ് കിട്ടുന്ന സാധനമാണ് റോസിൻ. അപ്പൊ പൈൻ ട്രീ വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പം ഇതെല്ലാം റെസിൻസ് ആണ്. ഓക്കെ, ഇതെല്ലാം റെസിൻസ് ആണ്. ഇതൊരു ഒരു വാർണിഷസിന്റെ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് റെസിൻ എന്ന് പറയുന്നത്. ദെൻ ഡ്രയർ എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് അടുത്തുണ്ട്. ഡ്രയർ എന്ന് പറഞ്ഞാൽ എന്തിനാണ്? ഡ്രൈയിങ് ഫാസ്റ്റ് ആക്കാനാണ് ഡ്രയർ എന്ന് പറയുന്നത്. നമുക്ക് ഹെയർ ഡ്രയർ ഒക്കെ ഉപയോഗിക്കാറില്ല, നിങ്ങളെല്ലാവരും ഹെയർ ഡ്രയർ ഒക്കെ ഉപയോഗിക്കണം, പെൺകുട്ടികളൊക്കെ ഹെയർ ഡ്രയർ ഒക്കെ ഉപയോഗിക്കണ്ടോ? എന്തിനാ ഹെയർ ഡ്രയർ ഉപയോഗിക്കുന്നത്? പെട്ടെന്ന് ഉണങ്ങി പോകാൻ പറ്റില്ല, അതുപോലെ ഒരു കെമിക്കലാണ് ഇത്. ലെതറേജ്, വൈറ്റ് കോപ്പർ, ലെഡ് അസറ്റേറ്റ് ഒക്കെ നമുക്ക് ഡ്രയർ ആയിട്ട് ഉപയോഗിക്കാം. ദെൻ സോൾവെന്റ് ഡെഫിനറ്റ് ആയിട്ട് വേണം. സാധാരണ ആംബറും കോബാലുമാണ് റെസിൻ ഉപയോഗിക്കുന്നതെങ്കിൽ ബോയിൽഡ് ലിൻസീഡ് ഓയിലോ ഉപയോഗിക്കുക. ഇത് PSC ചോദിക്കാറുണ്ട്. ലാക്ക് ഓർ ഷെല്ലാക്ക് ആണെങ്കിൽ മെത്തിലേറ്റഡ് സ്പിരിറ്റ് ഓഫ് വൈൻ ഉപയോഗിക്കും. ഇനി മാസ്റ്റിക് ഗം ഡാമർ റോസിൻ പോലെ റെസിൻ ആണെങ്കിൽ ടർപ്പന്റൈൻ ഉപയോഗിക്കും. ചീപ്പ് വെറൈറ്റി ഓഫ് റെസിൻസ് ആണ് റെസിനായിട്ട് ഉപയോഗിക്കുന്നത്. വുഡ് നാഫ്റ്റി ആണ് സോൾവെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓരോ റെസിനും ഓരോ ടൈപ്പ് ഓഫ് സോൾവെന്റ് ആണ്. അത് വളരെ വളരെ ഇമ്പോർട്ടന്റ്, ഇത് പഠിക്കാം. ഇത് PSC പരീക്ഷയ്ക്കൊക്കെ ചോദിച്ചിട്ടുണ്ട് ഈ ഒരു സംഭവം. ഈ ആംബർ കോബാലിന് ഏതാണ് സോൾവെന്റ് എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഈ 4 ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ഏതാ ആൻസർ? ലിൻസീഡ് ഓയിലാണ്. ഈ ടൈപ്സ് ഓഫ് വാർണിഷ് ആണ് അടുത്ത് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓൺ ദ ബേസിസ് ഓഫ് സോൾവെന്റ് ദ ക്യാൻ ബി കാറ്റഗറൈസ് ഇൻ 4 ടൈപ്സ്: ഓയിൽ വാർണിഷ്, സ്പിരിറ്റ് വാർണിഷ്, ടെർപ്പന്റൈൻ വാർണിഷ്, വാട്ടർ വാർണിഷ്. എന്താണ് ഓയിൽ വാർണിഷ് എന്ന് പറഞ്ഞാൽ? വാട്ട്സ് ആൻ ഓയിൽ വാർണിഷ്? അതിന്റെ സോൾവെന്റ് എന്ന് പറഞ്ഞാൽ ഓയിൽ ആയിരിക്കും, ലിൻസീഡ് ഓയിൽ. ഹാർഡ് റെസിൻസ് സച്ച് ആസ് ആംബർ, കോമ്പാല. ഞാൻ പറഞ്ഞ ആംബറും കോമ്പാലിന്റെ എപ്പോഴും ലിൻസീഡ് ഓയിലാണ് കുടിക്കുക. ഓക്കെ, എ സ്മോൾ ക്വാണ്ടിറ്റി ഓഫ് ടെർപ്പന്റൈൻ ഈസ് ഓൾസോ ആഡ്. ഒരു സ്മോൾ ഓയിൽ വാർണിഷ് സ്മോൾ ക്വാണ്ടിറ്റി ടെർപ്പന്റൈൻ ആഡ് ചെയ്യും. ഡ്രൈ സ്ലോലി ബട്ട് ഫോം ഹാർഡ് ആണ്. വളരെ സ്ലോ, എളുപ്പത്തിലെ ഇത് മെല്ലെ ഡ്രൈ ആവും, പക്ഷെ നല്ല ഹാർഡ് ഡ്യൂറബിൾ സർഫസ് ആയിരിക്കും. യൂസ്ഡ് ഇൻ എക്സ്പോസ്ഡ് വർക്ക് വിച്ച് റിക്വയർസ് ഫ്രീക്വന്റ്ലി. എക്സ്പോസ്ഡ് വർക്ക്, അതായത് നോർമലി എക്സ്പോസ്ഡ് വർക്കായ ജനല് വാതിലിനൊക്കെ സാധാരണ ഈ വാർണിഷ് അതിന്റെ ഫ്രെയിമിനൊക്കെ ഇത് ഉപയോഗിക്കുന്നത്. എക്സ്പോസ്ഡ് വർക്ക് റിക്വയർസ് ഫ്രീക്വന്റ്ലി. അതുപോലെ നോക്കൂ, നിങ്ങൾ നോക്കൂ സ്പിരിറ്റ് വാർണിഷ്. എന്താണ് സ്പിരിറ്റ് വാർണിഷ് എന്ന് പറഞ്ഞാൽ? അതിന്റെ സോൾവെന്റ് എന്താണ്? ഒരു സ്പിരിറ്റ് ആയിരിക്കും. മറ്റേ ഓയിൽ വാർണിഷിന്റെ സോൾവെന്റ് എന്താണ്? ഒരു ഓയിൽ ആയിരിക്കും. ഇത് മെത്തിലേറ്റഡ് സ്പിരിറ്റ് ഓഫ് വൈൻ. വൈനിന്റെ മെത്തിലേറ്റഡ് സ്പിരിറ്റ് ഓഫ് വൈനെ നമ്മൾ സോൾവെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇതിന്റെ റെസിൻ ലാക്ക് ഓർ ഷെല്ലാക്ക് ആണ്. ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് ഡ്രൈ ചെയ്യും, അത്ര ഡ്യൂറബിൾ അല്ല, വെതറിങ് ആക്ഷൻ കൊണ്ടൊക്കെ എഫക്ട് ചെയ്യാം. ഫർണിച്ചറിന് ഉപയോഗിക്കുന്നത്. ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഫ്രഞ്ച് പോളിഷ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഫ്രഞ്ച് പോളിഷ് എന്ന് പറയുന്നത്. അതിനെ കുറിച്ച് കൂടുതൽ നിങ്ങൾ നോക്കും. ദെൻ ടെർപ്പന്റൈൻ വാർണിഷ് എന്ന് പറഞ്ഞ വേറൊരു കാറ്റഗറി. ഇതിൽ സോൾവെന്റ് ടെർപ്പന്റൈൻ. ഇതിൽ റെസിനായിട്ട് ഉപയോഗിക്കുന്ന ഗം ഡമ്മർ ഒക്കെയാണ്. ഗം ഡമ്മർ എന്ന് പറഞ്ഞ കെമിക്കലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഗം ഡമ്മർ എന്ന് പറഞ്ഞ കെമിക്കലാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. ഇത് വളരെ ഫാസ്റ്റ് ആയിട്ട് ഡ്രൈ ചെയ്യും. വോയിസ് കട്ടായോ? ഇല്ലല്ലോ, വോയിസ് കട്ടായില്ലോ. ഒന്ന് മെസ്സേജ് ചെയ്ത് ആരെങ്കിലും. എന്റെ വോയിസ് കട്ടായിട്ടുണ്ട്. ഇപ്പോ ഒരു കോൾ വന്നിരുന്നു. ആകാശ്, ഗോപിക, ഓക്കെ ഓക്കെ, തീരാൻ വേണ്ടി പോവാണ്. അതാണ് ഫാസ്റ്റ് കഴിഞ്ഞു. 2-3 സ്ലൈഡ് കൂടെ. അപ്പോ ഇതാണ് ടെർപ്പന്റൈൻ വാർണിഷിനെ കുറിച്ച്. ടെർപ്പന്റൈൻ വാർണിഷിൽ സോൾവെന്റ് ടെർപ്പന്റൈൻ, അത്രേ ഉള്ളൂ, എളുപ്പമാണ് പഠിക്കാൻ. ഇനി വാട്ടർ വാർണിഷ് എന്ന് പറഞ്ഞാൽ ഷെല്ലാക്ക് ഈസ് ഡിസോൾവ്ഡ് ഇൻ ഹോട്ട് വാട്ടർ. ഒന്നുമില്ല, ഇതിന്റെ സോൾവെന്റ് ഹോട്ട് വാട്ടർ ആണ്. സോൾവെന്റ് വെള്ളമാണ്. സോൾവെന്റ് അനുസരിച്ചിട്ടാണ് ഈ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വാർണിഷ് വരുന്നത്. ഷെല്ലാക്ക് എന്ന് പറഞ്ഞ സാധനം ഹോട്ട് വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് പിന്നെ ഇനഫ് ക്വാണ്ടിറ്റി ഓഫ് ഐദർ അമോണിയ ഓർ ബൊറാക്സ്. ഇതൊക്കെ കെമിക്കൽസ് ആണ്. ബൊറാഷ്, പൊട്ടാഷ്, സോഡ ഇതൊക്കെ ആഡ് ചെയ്ത് ഇതൊക്കെ ബൈഹാർട്ട് പഠിക്കണം. അതാണ് ഇതിന്റെ ബുദ്ധിമുട്ട്. സോ പെയിന്റ് ഒക്കെ പഠിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ മഗപ്പ് ചെയ്യാനുണ്ട്. അപ്പൊ ഇനഫ് ക്വാണ്ടിറ്റി ഓഫ് ഐദർ അമോണിയ ഓർ ബൊറാക്സ്, പൊട്ടാഷ് ഓർ സോഡ, പ്യുവർ കെമിസ്ട്രി ഈസ് ഡിസോൾവ്. ഓക്കെ, വെള്ളം ഷെല്ലാക്ക് മാത്രമല്ല, അതുകൂടാതെ അമോണിയ അല്ലെങ്കിൽ ബൊറാക്സ് അല്ലെങ്കിൽ പൊട്ടാഷ്, സോഡ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഡിസോൾവ് ചെയ്യണം. യൂസ്ഡ് ഫോർ വാർണിഷിംഗ് മാപ്സ്, പിക്ചേഴ്സ്. ചില മാപ്പുകൾ, പിക്ചേഴ്സ് ഒക്കെ ഇപ്പൊ ചുമരിൽ ഒരു മാപ്പ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നല്ല ഗ്ലോസി ആക്കാൻ വേണ്ടിയിട്ട് ഒരു വാർണിഷ് അപ്ലൈ ചെയ്യാം. ഒരു പിക്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പിക്ചർ, ചില സാധനങ്ങളൊക്കെയാണ് വാട്ടർ വാർണിഷ് ഉപയോഗിക്കുന്നത്. യൂസ്ഡ് ഫോർ ഡെലിക്കേറ്റ് ഇന്റേണൽ സച്ച് ആസ് കവറിംഗ് ഫോർ വാൾപേപ്പർ. ഒരു വാൾപേപ്പറിന്റെ കവറിംഗ് ഡിസ്റ്റംബറിംഗ്. ഡിസ്റ്റംബറിംഗ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റേർഡ് സർഫസിന്റെ മുകളിലായിട്ട് പറയുന്ന സാധനത്തിന് നമ്മൾ ഡിസ്റ്റംബറിംഗ് എന്ന് പറയും. ഓക്കെ, അപ്പോ ഡിസ്റ്റംബറിംഗ് എന്ന് പറഞ്ഞത് അപ്ലൈഡ് അബോവ് പ്ലാസ്റ്റേർഡ് സർഫസ്. പ്ലാസ്റ്റേർഡ് സർഫസിന്റെ മുകളിലായിട്ട് അപ്ലൈ ചെയ്യുന്നു. സ്മൂത്ത് സർഫസ് ക്രിയേറ്റ് ചെയ്യുന്നു. പെയിന്റിനെക്കാളും വാർണിഷിനെക്കാളും ചീപ്പായ സാധനമാണ്. അവൈലബിൾ ഇൻ വെറൈറ്റി ഓഫ് കളേഴ്സ്. ഡിസ്റ്റംബറിന്റെ മാനുഫാക്ചറിന്റെ കുറച്ച് വ്യത്യാസമുണ്ട്. അതിൽ ബേസ് എന്ന് പറഞ്ഞ ചോക്കാണ്, കാരിയർ വാട്ടർ ആണ്, ഒരു കളറിംഗ് പിഗ്മെന്റ്. ഇതാണ് ഡിസ്റ്റംബർ എന്ന് പറഞ്ഞ സാധനം. പണ്ട് കാലത്ത് ഡിസ്റ്റംബർ അടിക്കും എന്നൊക്കെ പറയും. ഇപ്പൊ പെയിന്റ് തന്നെ അതെല്ലാം ഉപയോഗിക്കുന്നു.
ഇപ്പൊ ഡിസ്റ്റംബറിന്റെ ഒരു വെറൈറ്റിയും കൂടി ഉണ്ടായി നിങ്ങൾ ഉണ്ട് നോക്കുക. വാട്ട് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ഡിസ്റ്റംബർ? ഇതിന്റെ മാനുഫാക്ചറിംഗ് ഒന്നും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് സിലബസിൽ ഇല്ല. സിലബസ് പറഞ്ഞിട്ടുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് ഡിസ്റ്റംബർ മാത്രമാണ്. ഓക്കെ, അപ്പൊ അത് മാത്രമേ മാഷ് മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്തു. എന്താണ് പ്രോപ്പർട്ടീസ് ഓഫ് ഡിസ്റ്റംബർ? ഓൺ ഡ്രൈയിങ് ദ ഫിലിം ഓഫ് ഡിസ്റ്റംബർ ഷ്രിങ്ക്സ് ഹെൻസ് ഇറ്റ് ലീഡ്സ് ടു ക്രാക്കിംഗ് ആൻഡ് ഫ്ലേക്കിംഗ് ഇഫ് ദ സർഫസ് ഈസ് വീക്ക്. സർഫസ് വീക്ക് ആണെങ്കിൽ ഡിസ്റ്റംബർ ഡ്രൈ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ക്രാക്കിംഗ് ഫ്ലാക്കിംഗ് ഒക്കെ ഉണ്ടാവാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ക്രാക്ക് ഫോം ചെയ്യാൻ ഫ്ലേക്ക് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട് എന്നുള്ള. ഓക്കെ, ക്രാക്കിംഗ് ഫ്ലാക്കിംഗ് ഒക്കെ ഉണ്ടാവാൻ വേണ്ടി ചാൻസ് വളരെ വളരെ കൂടുതലാണ്. ഒരു സെക്കൻഡ്. ഓക്കെ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഡിസ്റ്റംബർ എന്ന് പറഞ്ഞാൽ ഒരു തേർഡ് വെറൈറ്റി ആണ്. പെയിന്റ്, വാർണിഷ് മൂന്നാമത്തെ കാറ്റഗറി ഡിസ്റ്റംബർ ആണ്. ഡിസ്റ്റംബർ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റംബറിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സർഫസ് വീക്ക് ആണെങ്കിൽ ക്രാക്കിങ്ങും ഫ്ലാക്കിംഗ് ഒക്കെ ഉണ്ടാകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. ചെറിയ ക്രാക്ക് ഫോം ചെയ്യാനാണ്, ഫ്ലൈക്ക് ചെയ്ത് പുറത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. പെയിന്റിന്റെ ഒരു ഡിഫക്റ്റ് ആണ് ഫ്ലാക്കിംഗ് ഓഫ് പെയിന്റ് എന്ന് പറഞ്ഞത്, അല്ലെ ക്രാക്കിംഗ് ഓഫ് പെയിന്റ് എന്ന് പറഞ്ഞത്. നിങ്ങളുടെ സിലബസ് കാണുന്നില്ല, അതുകൊണ്ടാണ് ഞാനത് പഠിപ്പിക്കാൻ. ഓക്കെ, ബിടെക്കിന് പഠിക്കാനുണ്ട് വാട്ട് ആർ ദ ഡിഫക്ട്സ് ഓഫ് പെയിന്റ് എന്ന് പറഞ്ഞു, നിങ്ങൾക്കില്ല. The coatings of distemper are usually thick and they are more brittle than other type of water paint. The coating of distemper are usually distemper എന്ന thick coating ആണ്. അതുപോലെ brittle than other type of water paint നെക്കാട്ടും brittle ആയിട്ടുള്ള സാധനമാണ് distemper എന്ന് പറയുന്നത്. The film developed by distemper is porous in character and it allows water vapor to pass through it. ഡിസ്റ്റംബറിന്റെ ഫിലിം എന്ന് പറയുന്നത് വളരെ പോറസ് ആണ്, വളരെ പോറസ് ആണ്. അതുകൊണ്ട് വാട്ടർ വേപ്പർ എന്ന് പറയുന്നത് ആ ദ്വാരത്തിനുള്ളിലൂടെ, ഡിസ്റ്റംബറിന്റെ ദ്വാരത്തിനുള്ളിലൂടെ ഉള്ളോട്ട് കടക്കുന്നു. അതുപോലെ അത് കാരണം കൊണ്ട് വളരെ എളുപ്പത്തിൽ ഡിസ്റ്റംബർ ഫിലിം എന്ത് ചെയ്യുന്ന വെച്ചാൽ ഡ്രൈ ചെയ്യും. ആ ദ്വാരം ഉള്ളതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്ന വെച്ചാൽ വാട്ടർ വേപ്പറിന് ഉള്ളോട്ട് പാസ് ചെയ്ത് പെട്ടെന്ന് ഡ്രൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് വെള്ളത്തിന് പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് ഡിസ്റ്റംബർ പെട്ടെന്ന് ഡ്രൈ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. They are generally light in color and they provide a good reflective coating. ഡിസ്റ്റംബർ എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഇൻ കളർ ആണ്, റിഫ്ലക്റ്റീവ് കോട്ടിംഗ് പ്രൊവൈഡ് ചെയ്യുന്നു. They are less durable than oil paints. Oil paints കമ്പയർ ചെയ്യുമ്പോൾ ലെസ് ഡ്യൂറബിൾ ആണ്. They are treated as water paint. നമുക്കറിയാം വാട്ടർ ആണ് ഇതിന്റെ സോൾവെന്റ് എന്ന് പറഞ്ഞാൽ വാട്ടർ ആണ്. അപ്പൊ ഇതൊരു വാട്ടർ പെയിന്റ് ആയിട്ടാണ് നോർമലി നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, ഒരു വാട്ടർ പെയിന്റ് ആയിട്ടാണ് നോർമലി ക്ലാസിഫൈ ചെയ്യുന്നത്. എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാം. They can be applied on brickwork, cement plastered surfaces, lime plastered surfaces, insulating boards, ഇവിടൊക്കെ അപ്ലൈ ചെയ്യാം. അതുപോലെ ഇതിന്റെ ഒരു വിഷയം എന്ന് വെച്ചാൽ പുവർ വർക്കബിലിറ്റി ആണ്. ഇത് അപ്ലൈ ചെയ്യാൻ അത്ര എളുപ്പമല്ല ഡിസ്റ്റംബർ. ഡിസ്റ്റംബർ ഇപ്പൊ പ്രിഫർ ചെയ്ത് കാണുന്നില്ല. They prove to be ഇപ്പൊ നല്ല എമൽഷൻ പെയിന്റ്, ഓയിൽ പെയിന്റ് ഒക്കെ അവൈലബിൾ ആയതുകൊണ്ട് ഡിസ്റ്റംബർ പ്രിഫർ ചെയ്യുന്നില്ല. They prove to be unsatisfactory in damp locations such as kitchen, bathroom. കിച്ചണിലും ബാത്റൂമിലൊക്കെ ഇതൊക്കെ അടർന്നു പോയി ഫ്ലേക്കിംഗ് ഒക്കെ ഉണ്ടാകാൻ വേണ്ടി ചാൻസ് ഉണ്ടാവും. ഡിസ്റ്റംബർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പ്രിഫർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് പെയിന്റ്, വാർണിഷ് ആൻഡ് ഡിസ്റ്റംബർ. If you have any questions, you can ask me, or else after the attendance I will wind up the session.